ഇല്ലായിരിക്കും. എന്തുകൊണ്ട് പാർട്ടി നേതൃത്വം എന്നുള്ള രീതിയിൽ ഒരു ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉൾപ്പെടെയുള്ള ആളുകൾ മൗനം പാലിക്കുകയാണ്? ജില്ലാ സെക്രട്ടറി നാസർ മാത്രമല്ലല്ലോ പാർട്ടി നേതാവ്, ഒരാളല്ലല്ലോ. നിർബന്ധിച്ച ഒരാളെ കൊണ്ട് നിർബന്ധിച്ചെന്നാണ് സംസാരിപ്പിക്കുന്നത്. എനിക്ക് നാസറോട് പറയുന്ന സ്വാതന്ത്ര്യമുണ്ട്. കാരണം അയാൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും. അവിടെ SFIയുടെ ഫ്രാക്ഷനൊക്കെ കൂടുമ്പോൾ എനിക്കാണ് ചാർജ്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ലല്ലോ, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. സംഘടിതമായ ആക്രമണം വന്നത് ബോധപൂർവ്വം മനസ്സിലായില്ല. കാരണം വല്ല കാര്യമുള്ള കാര്യമാണോ പറ? അതെ, അപ്പോൾ അത് ഗൂഢമായ ഒരു നീക്കമാണെന്നുള്ള വ്യക്തമല്ലേ? നിങ്ങൾ തന്നെ അത് പറയുന്നുണ്ടല്ലോ. പിന്നെന്താ ഞാനെന്താ കൂടുതൽ പറയാം? ജില്ലാ സെക്രട്ടറിക്ക് പ്രതികരിക്കണം തോന്നി കാണത്തില്ല. അതിനെന്താ തെറ്റ്? പ്രതികരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എനിക്ക് പറയാൻ എന്താ, എനിക്ക് സംരക്ഷണം തന്നെ എൻ്റെ ശരീരത്തെ മുറിവുകളൊന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റാനും പോകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ആരെന്താ പറയുന്നതെന്ന് ഞാൻ നോക്കാറുമില്ല. ഞാനത് നോക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർ എഴുതിയിരിക്കുകയാണ്. ഇത് കള്ളം പറയല്ലേ? അങ്ങ് പോസ്റ്റ് ഇടുന്നവൻ അങ്ങനെ പോസ്റ്റ് ഇടുന്നത് ഞാനല്ല. എൻ്റെ മൊബൈലിൽ എന്ത് ചെയ്യും? എൻ്റെ ചെറിയ മൊബൈൽ എന്ത് ചെയ്യും? ആ ചെറിയ മൊബൈലിൻ്റെ പേര് നോക്കിയായോ? അതിനകത്ത് ഇതുവല്ലതും കിട്ടും. ഞാൻ അതേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനതൊന്നും കാണാറില്ല. പക്ഷെ എൻ്റെ വൈഫിൻ്റെ മൊബൈലിലുണ്ട്. ഞാൻ പറഞ്ഞതല്ല, സിസ്റ്റർ, ഞാനതല്ല പറഞ്ഞത്. അതിനെപ്പറ്റിയും എനിക്ക് വലിയ നീണ്ട മൊബൈലുണ്ടെന്ന് ഇല്ല. ഞാൻ ഒരു പോസ്റ്റ് പോലും ഞാനല്ല പോസ്റ്റ് ചെയ്യുന്നത്. അത് എൻ്റെ വീട്ടിലുള്ളവർ പോസ്റ്റ് ചെയ്തു തരും. ഞാൻ വെളിയിൽ നിന്ന് ആരെയും വെച്ചിട്ടില്ല. എനിക്ക് കമ്പ്യൂട്ടർ റൂമുമില്ല, കമ്പ്യൂട്ടറുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് അതൊക്കെ ചെയ്യുന്നത്. ആരെ ആക്ഷേപിച്ചൊരു പോസ്റ്റ് എന്ന് വരെ എൻ്റെ മൊബൈലിൽ കാണിച്ചു തരാമോ? എൻ്റെ പേര് കാണിച്ചു തരാമോ? ഞാൻ ആരെയും ആക്ഷേപിക്കാറില്ല. പൊതുവായ കാര്യങ്ങൾ പറയും, സാമൂഹ്യമായ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബലം. അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്കെന്ത് പറ്റാനാണ്? അത് ന്യൂസ് 18-ലെ ഡിസ്കഷനിൽ അവർ 4 പേരും പറഞ്ഞല്ലോ, ഇത് ജീസുദാനൊന്നും സംഭവിക്കില്ല, അദ്ദേഹത്തെ ബാധിക്കത്തേയില്ല. ന്യൂസ് 18-ലൊരു ചർച്ച ഉണ്ടായിരുന്നല്ലോ 4 പേരുടെ. റിപ്പോർട്ടറല്ല, ന്യൂസ് 18-ലല്ലേ, റിപ്പോർട്ടറല്ലായിരുന്നു. ജയചന്ദ്രനൊക്കെ പങ്കെടുത്ത്. ജയചന്ദ്രൻ ഇടതുപക്ഷക്കാരനും CPM കാരനുമല്ലേ. പുള്ളി ഇതിനെ വർഷത്തലത്തിനെയൊക്കെ പറഞ്ഞല്ലോ. പാർട്ടി എന്ത് പിഴച്ചെന്ന്? ഇത് പാർട്ടി അല്ലല്ലോ. ഇതൊന്നും പാർട്ടിക്ക് ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും? പാർട്ടി അങ്ങനെ ചെയ്യത്തില്ലല്ലോ. പാർട്ടിയല്ല, പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ടവർ കാണുമായിരിക്കും, താഴത്തെ നിലയിലൊക്കെ കാണുമായിരിക്കാം. നിയന്ത്രിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ പാർട്ടി നിയന്ത്രിക്കാൻ പറ്റുന്നവരല്ലെങ്കിലോ? ആയിരിക്കാം ചിലരൊക്കെ. എല്ലാവരും ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലരൊക്കെ പാർട്ടി മുഖമല്ല, പാർട്ടിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് ഓരോന്ന് എഴുതി വെച്ച് പാർട്ടിയുടെ പിന്തുണ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാ അവർ. അടുത്ത കാലത്തായിട്ട് പോകുന്ന മാഷൊന്നും ഈ സൈബർ പോരാളികളോ എന്തോടെ പേര്, അത് പോട്ടെ. അല്ല, സൈബർ അദ്ദേഹം ഒന്നും അതിനെ അംഗീകരിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ ഒരിക്കലേ ഇവരൊന്നും വഴിയല്ല പാർട്ടി വളരെ. ഈ അടുത്ത കാലത്തായിട്ട് പാർട്ടി നേതാക്കന്മാരെയും അത്തരം കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കുകയും അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ സൈബർ മേഖലയിലാണ്. പറയുന്നത് കേൾക്ക്, ഇതൊന്നും ഞാൻ ഒരൊറ്റ എണ്ണം വായിച്ചിട്ടില്ല. കാരണം എൻ്റെ ചെറിയ നോക്കിയ മൊബൈൽ ഇത് കിട്ടത്തില്ല. പക്ഷേ എൻ്റെ വൈഫിൻ്റെ കയ്യിലിതുണ്ട്. അപൂർവമായിട്ട് ചിലത് അവരെന്നെ കേൾപ്പിക്കും. ഞാൻ കൂടുതൽ കേൾക്കത്തുമില്ല. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഇതൊന്നും പൊതുജനങ്ങളെ ബാധിക്കുന്നതല്ല. പൊതുജനങ്ങൾ ഇതൊന്നും വായിച്ച് സന്തോഷിക്കത്തില്ല. അതൊക്കെ ആൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഞാൻ മുമ്പ് പറഞ്ഞാലേ, 2 വർഷം മുമ്പ് പറഞ്ഞാലേ. അല്ല, അങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കുക. പൊളിറ്റിക്സിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ള രീതികൾ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളത് നിഷേധിച്ചോളുക. ബോധപൂർവ്വം അപമാനിച്ചതല്ലേ, പ്രത്യേകിച്ച് പറയണോ? ഞാനാണ് പറയണത്. നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുകയല്ലേ നിങ്ങളുടെ ടെലിവിഷനുകൾ ബോധപൂർവ്വമാണെന്ന്. അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാളാ പറഞ്ഞത്. ഞാനല്ലോ പറഞ്ഞത് അദ്ദേഹത്തെ പറ്റിയാണെന്ന്. വ്യാഖ്യാനമല്ലേ? കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞാൽ ഉടനെ സഹിച്ചറിയാൻ പതിച്ചു കിട്ടിയതാണ് ഈ വാക്കുകൾ. യുവതയിലെ കുന്തവും കുടച്ചക്രവും എന്നാണ്. കവിത ആദ്യം വായിക്കുക. SFI എന്താണെന്നും എന്തായിരുന്നു അതിന് മഹത്തായ ആശയങ്ങൾ എന്താണെന്നും ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വിപരീതമായി അതിനകത്ത് വന്നിട്ട് ചെയ്യുന്നവരെയാണ് വിമർശിച്ചിരിക്കുന്നത്. SFIയെ അല്ല. നിങ്ങളെല്ലാം കൊടുക്കുന്ന SFIയെ വിമർശിച്ചു. SFIയെ എന്ത് വിമർശിച്ചു? അതിൻ്റെ മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. വിമർശിക്കാൻ പറ്റുമോ? ഫ്രഞ്ച് വിപ്ലവത്തിൽ തന്നെ ഉയർന്ന മുദ്രാവാക്യമല്ലേ? അത്ര മഹത്തായ ആശയങ്ങളുടെ വലിയൊരു പ്രസ്ഥാനമാണ്. ഞങ്ങളൊക്കെ അത് തുടക്കത്തിലേ ഉള്ളവരല്ലേ.
അപ്പോൾ അതിനകത്ത് പലരും ചാടി കയറുന്നുണ്ട്. അവർ എസ് എഫ് ഐയുടെ നയത്തിനും പരിപാടിക്കും വിപരീതമായി ഓരോന്ന് ചെയ്യുകയും നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും കുരങ്ങിൻ്റെ മുഷ്ടിയാണ്, മർക്കടൻ്റെ മുഷ്ടിയാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യാണ്. ആക്ഷേപിച്ചാൽ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആ നിലയിൽ വന്നിട്ട് വേണം ഞാൻ ആക്ഷേപിച്ചാണ്ടോ? അപ്പോൾ ഇത്തരക്കാർ എവിടം വരെ കയറി എന്നുള്ള ഞാൻ പറയുന്നത്. ഇല്ല, താക്കീത് കൊടുക്കേണ്ടതാണ് നല്ലത്. പറയേണ്ടത് പറഞ്ഞല്ലോ, ആൾക്കാർക്ക് മനസ്സിലായില്ല. സുധാകരനെ പോലൊരാളെ കുറിച്ച് ഇങ്ങനെ പലതരത്തിൽ ആക്രമണം നടത്തുമ്പോൾ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ പിന്തുണ പുറത്തു നിന്നാണ് കിട്ടുന്നത്. അല്ല, പിന്തുണ എന്ന് പറഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. അതിനകത്ത് 4-5 ലക്ഷം ആളേ ഉള്ളൂ. 350 ലക്ഷം ആളുണ്ട് കേരളത്തിൽ. അവരുടെ പിന്തുണയില്ലേ പാർട്ടി നിലനിൽക്കും. അല്ല, പാർട്ടി ഇലക്ഷൻ നിൽക്കുന്ന ഈ പിന്തുണ തേടാനുണ്ട്. അതൊക്കെ ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. 10-22 വർഷമായിട്ട് ഇതൊക്കെ നമുക്ക് നേരിടാനുള്ള കഴിവില്ല. എന്തിനാ അവരങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് ജനങ്ങളുടെ പിന്തുണയാണ് ഇപ്പോഴും തന്റെ കരുത്ത്. എപ്പോഴും അങ്ങനെയാണല്ലോ, ഞങ്ങളുടെ എല്ലാവരുടെയും കരുത്ത് അതാണല്ലോ. ജനങ്ങളുടെ പിന്തുണയില്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ? ഇറ്റ്സ് എ മാസ് റെവല്യൂഷണറി പാർട്ടി. ബഹുജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനമാണിത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിനൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിഷമം ഉണ്ടായെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ പറയുന്നത് അയാൾ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ഡി സി ഓഫീസൊക്കെ ഒന്ന് ഉറങ്ങിയ ആളാണ്, അവിടുന്ന് ഭക്ഷണം കഴിച്ച ആളാണ്. ഇപ്പോഴും വരുന്നുണ്ടാവും അവിടെ. അയാൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെയൊക്കെ വളർത്തിയെടുത്ത ഒരാളാണ്. അയാൾ നാളെ വളരണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അയാളങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അയാളൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴേ ഈ അറ്റാക്കിലൊന്നും അയാളില്ല. അയാളെ നിർത്തി. അതൊന്നും അറിയില്ല. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ജില്ലാ സെക്രട്ടറിയെ പറ്റി എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അയാളെ കോളേജിൽ പഠിക്കുമ്പോഴേ അറിയാം. യാതൊരു പരാതിയില്ല. ഞാൻ പോലും പിന്തുണച്ചിട്ടേ ഉള്ളൂ. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പിന്തുണയ്ക്കുന്നത്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയതുകൊണ്ട്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന്റെ കാലത്താണ് 500 പാലങ്ങൾ, ആ മന്ത്രിസഭയുടെ കാലത്താണ് 14 പാലങ്ങളുടെ ടോൾ ഒഴിവാക്കിക്കൊണ്ട് വലിയ സംഭവം ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ടോൾ തിരിച്ചു വരുന്നു എന്നാണ്. അത് പുതിയ കാലഘട്ടത്തിനനുസരണമായുള്ള വല്ല കാര്യമായിരിക്കും. അതേ എനിക്കറിയൂ. ഞാൻ ഗവൺമെന്റിലല്ലോ, എനിക്ക് പറയാൻ പറ്റില്ല. ടോളിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഞാൻ പിന്തുണയ്ക്കുന്നതുകൊണ്ടല്ല, അന്ന് ഞാൻ ക്യാൻസൽ ചെയ്തല്ലേ. പിന്നെ ഇപ്പം എന്നോട് ആ ചോദ്യം ചോദിക്കണ്ട. സാമ്പത്തികമായ പ്രയാസങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ തരത്തിലുള്ള വരുമാനത്തിന് വേണ്ടി ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അധികാരികൾ പറഞ്ഞത്. അല്ലല്ല, പാർലമെന്റ് രംഗത്ത് ഉണ്ടാകാൻ വേണ്ടി ഞാൻ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടി ഇപ്പോൾ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. പാർട്ടി അന്നെന്താ തീരുമാനിക്കാമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതേപ്പറ്റി നമ്മൾ ചർച്ച, ഇത്രയും കാര്യങ്ങളൊന്നും പറയാനല്ല വന്നത്. അതാണ് എനിക്കുള്ള പ്രശ്നം. നിങ്ങൾ ലോകത്തുള്ള എല്ലാം അങ്ങ് ചോദിക്കും. ഞാനിവിടെ വന്നത് ഈ പാലം കാണാനാണ്. അതുമായി ബന്ധപ്പെട്ടതെല്ലാം പറഞ്ഞു. പിന്നെ പറ്റത് പറയാവുന്ന പോലെ പറഞ്ഞു. അത്രയേ ഉള്ളൂ. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.